വേർഡ് ഉപയോഗിച്ച് നമുക്ക് ടൈപ്പ് ചെയ്യാം. അതായത് മൊത്തം നിങ്ങളുടെ പേര് എഴുതാം, നിങ്ങളുടെ നോട്ട്ബുക്കിലുള്ളതെല്ലാം എഴുതാം, ടെക്സ്റ്റ് ബുക്കിലുള്ള എഴുതാം, സ്പീച്ച് എഴുതണമെങ്കിൽ എഴുതാം, സ്റ്റോറി എഴുതണമെങ്കിൽ എഴുതാം, എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. ജുവൽ കുട്ടി നെറ്റ് പോയപ്പോ കൂടെ കുഞ്ഞും പോയായിരുന്നോ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്തും ടൈപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് മൂവ് സെന്റൻസ് ആൻഡ് പാരഗ്രാഫ്സ്. പിന്നെ നമുക്ക് ഒരു സെന്റൻസിനെയോ അല്ലെ പാരഗ്രാഫിനോ നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് റീപ്ലേസ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യണമെങ്കിൽ ഒക്കെ ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് ചേഞ്ച് ദ സൈസ് ഓഫ് ടെക്സ്റ്റ്. ബിഗ് ആയിട്ട് എഴുതാൻ പറ്റും, സ്മോൾ ആയിട്ട് എഴുതാൻ പറ്റും. മിസ് എല്ലാം കാണിച്ചു തരാം. അങ്ങനെ ഷിഫാന, are you stuck or can you hear Shifana? Sit properly, put down your legs and sit properly. Don't sit like that in the class. Okay. Next, erase the text without using an eraser. Say while you write, hey Advaita, please keep that thing aside. Okay. During the class time should not play with those toys and all. Okay. Okay. If you have written in your notebooks and if there are any spelling mistake, what will you do? നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ അത് ഡിലീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റബ് ചെയ്യുന്നേ? യൂസിങ് എറൈസർ, isn't it? ഓക്കെ. എറൈസർ ഒക്കെ കാണിക്കുന്നുണ്ട് മക്കള്. നിങ്ങളുടെ കയ്യിലുള്ള എറൈസർ ഉപയോഗിച്ച് യു വിൽ എറൈസ് ഇറ്റ്, റബ് ഇറ്റ്, അല്ലെ? അത് നിങ്ങൾ റബ് ചെയ്ത് അല്ലെങ്കിൽ എറൈസ് ചെയ്ത് കളയും, അങ്ങനെയല്ലേ? ബട്ട് ഇഫ് ഹാവ് റിട്ടൺ വിത്ത് എ പെൻ, ഹൗ ക്യാൻ യു റബ് ഇറ്റ്? ക്യാൻ യു റബ് വിത്ത് എറൈസർ? ഹൗ ക്യാൻ യു എറൈസ് ഇറ്റ് വിത്ത് എറൈസർ? നമ്മളൊരു എറൈസർ പേന കൊണ്ട് എഴുതിയതാണെന്ന് നമുക്കത് മായ്ക്കാൻ പറ്റുമോ? ഇല്ല, അല്ലേ? പെൻസിൽ ഉപയോഗിച്ച് എഴുതാണെങ്കിൽ we will use an eraser. And if you have written in your slate with a slate pencil, can you rub it easily? Yes, no need eraser and all. With our hand itself we can rub it, isn't it? നമ്മുടെ കൈ ഉപയോഗിച്ച് നമുക്ക് അത് എറൈസ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ കമ്പ്യൂട്ടർ how you will know? കമ്പ്യൂട്ടറിൽ അതിൽ ഏതാ ഉപയോഗിക്കുന്ന? കൈ ഉപയോഗിച്ച് മായ്ക്കാൻ പറ്റുമോ? ഒരു എറൈസർ ഉപയോഗിച്ച് മായ്ക്കാൻ പറ്റുമോ? ആർക്കറിയാവുന്നേ? Okay, Tessa. Somebody is ready to answer. Please unmute and say, Tessa. കമ്പ്യൂട്ടറിലാ എഴുതിയതാ? ഓക്കെ. എറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുന്നേ? അറിയാമോ? വെരി ഗുഡ്. ഡിലീറ്റ്. നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു ബട്ടൺ ഉണ്ട്, ഡിലീറ്റ് ബട്ടൺ. നമ്മൾ കീബോർഡിൽ പഠിച്ചതാണല്ലേ ഡിലീറ്റ് എന്ന് പറഞ്ഞേ. ആ കീബോർഡിലുള്ള ഡിലീറ്റ് എന്നുള്ള ബട്ടണിന്റെ യൂസ് ആണ് നമ്മൾ ടൈപ്പ് ചെയ്ത് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ആവശ്യമില്ലാത്തത്, അൺവാണ്ടഡ് തിങ്സ്. ഡൊമിനിക് മൈ ഡിയർ, കീപ് ദാറ്റ് പെൻസിൽ സൈഡ്. ആ പെൻസിൽ സൈഡിലേക്ക് മാറ്റി വെച്ചേ മുത്തേ. ഓക്കെ. ആൻഡ് മുഹമ്മദ് ഷക്സാദ് മുങ്ങിയ എന്താ കുഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത്? സിറ്റ് സ്ട്രൈറ്റ്ലി. നല്ല ആക്റ്റീവ് ആയിരിക്കുക. എപ്പോഴും നമ്മുടെ നെറ്റ് പോകുന്നെന്ന് പറയാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കണം. നിങ്ങൾ ആക്റ്റീവ് ആയിട്ടിരുന്നാൽ നെറ്റ് പോകൂല. ഈ പിള്ളേരെയൊക്കെ കാണാതെ നെറ്റ്, നിങ്ങൾക്ക് ഇനാക്റ്റീവ് ആയിട്ടിരിക്കുമ്പോഴാണ് നെറ്റ് ഓടിപ്പോകുന്നത്. ഓക്കെ. സോ നമ്മള് റബ്ബ് അല്ലെങ്കിൽ നമ്മൾ എഴുതിയിരിക്കുന്ന നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള തിങ്സ് ടു ഡിലീറ്റ്, നമ്മളിവിടെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. നമുക്കൊരു കീബോർഡിൽ തന്നെയുണ്ട്. നിങ്ങൾ നമ്മുടെ ഇതിന് മുന്നിലത്തെ ഒരു പേജിൽ നമ്മൾ കീബോർഡിനെ കുറിച്ച് പഠിച്ചായിരുന്നു അല്ലേ? ഓർക്കുന്നുണ്ടോ? ആ കീബോർഡിൽ നിങ്ങൾ ഡിലീറ്റ് ബട്ടൺ കണ്ടായിരുന്നോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 30, 30ാമത്തെ പേജില് കണ്ടോ? Take page number 30, all of you. Farha Fatima, please take page number 30. And some keys pictures are there, isn't it? Adila first one enter, second one is escape, third one is space and arrow marker. Adi now left side like arrow marker. Ippathe delete ennulla button kando. Those who have seen delete button, please raise the hand. നോക്കട്ടെ എത്ര പേര് കണ്ടു ഡിലീറ്റ് ബട്ടൺ? ഓൾമോസ്റ്റ് എല്ലാരും കണ്ടല്ലോ. ശ്രീഹരി കണ്ടില്ലേ പേജ് നമ്പർ 30? ഷിഫാന കണ്ടമുത്തേ? വെരി ഗുഡ്. കുര്യൻകുട്ട കണ്ടമുത്തേ? പേജ് നമ്പർ 30, 30ാമത്തെ പേജില്. ഓക്കെ, ഗുഡ് ഗുഡ്. അനീറ്റ കണ്ടില്ല? അപ്ലു കണ്ടില്ല? 30, 30 അങ്ങനെ ഒരു പേജ്
ടെക്സ്റ്റ് ബുക്കില്? ആൻസർ കണ്ടോ? കണ്ടു. ഓക്കെ, ഗുഡ് ഗുഡ്, വെരി ഗുഡ്. ആർക്കോ കാണിക്കുന്നുണ്ട് മിസ്സിന്. വെരി ഗുഡ്. അപ്പൊ ആ ഡിലീറ്റ് ബട്ടൺ, there are 2 ഡിലീറ്റ് ബട്ടൺസ് ഇൻ കീബോർഡ്. നമ്മുടെ കീബോർഡിൽ സാധാരണ 2 ഡിലീറ്റ് ബട്ടൺ ഉണ്ട് കേട്ടോ. ഒരെണ്ണത്തിന് മാത്രമേ ചിത്രം തന്നിട്ടുള്ളൂ. മറ്റത് നമുക്ക് ഇപ്പുറത്തുള്ള പേജ് 31 വലിയ കീബോർഡ് ഉണ്ട്, അതിൽ 2 ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. ഓക്കെ, നമുക്കിപ്പം പഠിക്കുന്ന പാഠം എടുക്കാം, ലെസൺ 6. അപ്പൊ നമുക്ക് അങ്ങനെ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് നമുക്ക് വലുതാക്കാം, ചെറുതാക്കാം. ഇനി എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കണേ പ്ലീസ്. ഡോണ്ട് അൺമ്യൂട്ട്. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് പാരഗ്രാഫ് ആയിട്ട് തിരിക്കാം, സെന്റൻസിന് അത് മൂവ് ചെയ്യാം, മീൻസ് കട്ട് ആൻഡ് പേസ്റ്റ് കൊടുക്കാം, കോപ്പി ആൻഡ് പേസ്റ്റ് കൊടുക്കാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, മിസ് വിൽ ഷോ ഹൗ ടു ഓപ്പൺ എ വേർഡ് പാഡ്. ഇപ്പൊ ലാപ്ടോപ്പിൽ ആയതുകൊണ്ട് നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് എനിക്ക് അങ്ങനെ കാണിച്ചു തരാൻ പറ്റത്തില്ല. നമ്മളിപ്പോ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് എടുക്കല്ലേ. ഓക്കെ, ഫസ്റ്റ് വി ഹാവ് ടു ഡു ഹിയർ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ വാട്ട് എവർ യു യൂസ്. അതിന്റെ താഴെ ഏറ്റവും താഴെ സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് ഓപ്ഷൻ. എന്നിട്ട് അതിൽ കുറെ മെനൂസ് വരും. അപ്പം നമ്മൾ അതിനകത്ത് പ്രോഗ്രാംസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. വി ഹാവ് ടു ക്ലിക്ക് ഓൺ പ്രോഗ്രാം. പ്രോഗ്രാമിൽ കുറെ സബ് മെനൂസ് ഉണ്ട്. അവിടുന്ന് നമ്മൾ ആക്സസറീസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. അതിനകത്ത് വേർഡ് പാഡ് ഉണ്ട്. ഇനി വേർഡ് പാഡ് മിസ് കാണിച്ചു തരാം. സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ഷുഡ് നോട്ട് ഡ്രോ. ആരും വരയ്ക്കാൻ പാടില്ല കേട്ടോ. ആരെല്ലാം വരയ്ക്കോ? അല്ല, പേജ് നമ്പർ 42, 43 ആണ്. ആരും വരയ്ക്കരുതേ കേട്ടോ. അതാ ഹിബ ഫാത്തിമ, നീ അവിടെ ഇരുന്നിട്ട് നിനക്ക് എന്താ ഇരിക്കാൻ പറ്റുന്നില്ല മോളെ? വരയ്ക്കരുത്, ഇത് പറഞ്ഞ പാടെ വരച്ചത്. ഓക്കെ, ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ മക്കളെ നിങ്ങള്? ഷക്സാദ കാണുന്നുണ്ടോ മോനെ? ഓക്കെ ഓക്കെ, ആരും ഇനി മ്യൂട്ട് ചെയ്ത് വെക്കല്ലേ, അൺമ്യൂട്ട് ആക്കി വെക്കണം, സൗണ്ട് വരാൻ പാടില്ല. ശരി, see the screen. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ബോർഡ് പോലെ, this is called screen. all of you have to look at the screen. പിന്നെ കാണിച്ചു തരില്ല കേട്ടോ. ഇവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഇനി നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോകണം. നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് പറഞ്ഞില്ലേ. ഓക്കെ, ഐ വിൽ ടൈപ്പ് ഹിയർ. Can anybody read this what Miss has written? Miss എഴുതിയത് ആർക്കെങ്കിലും വായിക്കാൻ പറ്റുന്നുണ്ടോ? ഹന്ന ഒന്ന് വായിച്ചേ മോളെ. True Light English School. Very good. True Light English School. Okay. Some students cannot read, I think, because എവിടെ മുഹമ്മദ് ഷക്സാദെ മിസ് ഇവിടെ സ്ക്രീൻ ഷെയർ ഇവിടെ നോക്കിയിരിക്കുക, സ്ക്രീനിൽ നോക്കിയിരിക്കണം കേട്ടോ. ഓക്കെ, സോ ഇത് True Light English School. വെരി ഗുഡ്. ഇനി മിസ് ചെയ്യാൻ പോകുന്ന എല്ലാം നോക്കണം. നമ്മൾ ആദ്യം എന്തെങ്കിലും ഇതിന് മാറ്റം വരുത്തുമ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു സെലക്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നോർത്ത് ഇതിപ്പോ നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്ത സംഭവം തന്നെ. If we want to make any changes for that, we have to select it. So Miss is going to select it. So to select, what we have to do is bring the cursor to the place from where we have to start. അതായത് നമ്മൾ എവിടെ ഷക്സാദെ, ഞാൻ ഷക്സാദിന്റെ വീട്ടിൽ ഇപ്പൊ എത്തും ഒരു പടിയായിട്ടേ. ഓക്കെ, നമ്മൾ എവിടെ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് കർസർ വെച്ചിട്ട് we have to drag it. അത് വലിച്ച് ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. See, its color has been changed now. See, one blue color has come there. ഒരു blue color ആയി അല്ലേ? Amanna, did you see? Okay. And next
we will go here to change the font size. നമുക്ക് കുറച്ചങ്ങ് വലുതാക്കാം ഈ സംഭവത്തിന് അല്ലേ? എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ല? അത് ചെറിയ ഫോണൊക്കെ ഉള്ളവർക്ക് കാണാൻ ബുദ്ധിമുട്ടില്ലേ? ഓക്കെ, ഇവിടെ കുറെ സൈസ് ഉണ്ട്. ഫോണ്ട് സൈസ് ഇസ് നൗ 11. 11 ഇതിന്റെ സൈസ് ഉള്ളത്. നമ്മൾ ഇവിടെ ഒരു സ്മോൾ അരമർക്ക് പോലത്തെ സാധനമുണ്ട്, ചെറുത്, വളരെ ചെറുത്. ക്ലിക്ക് ചെയ്തേര്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറെ വലിയ സൈസുകൾ വരും. ഞാനൊരു 72 അങ്ങ് എടുക്കുക. 72 എടുത്തു. It was 11. Now it is 72. 72 ആയപ്പോ ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണില്ല. But it is in 3 line now because screen is small. ഇപ്പൊ ഇത് വലുതായി. അപ്പൊ സ്ക്രീനിൽ നമ്മൾ വരച്ചുള്ള ഒറ്റ ലൈനിൽ കൊള്ളില്ല, വലിയൊരു സ്പേസ് ആവശ്യമാണ്. അതുകൊണ്ട് ഇറ്റ് ഹാസ് ബിക്കം ഇൻടു 3 lines. സോ ഇനി ഇത് ഇത്രയും വലുത് വേണ്ട, നമുക്ക് ഒരു ഇച്ചിരി ചെറുതാക്കാം അല്ലെ? ഒന്നുകൂടെ പുറകോട്ട് പോയിട്ട് പോകാം. We'll come back and we'll take the size of 48. 48 എടുത്തു. കാണുന്നില്ല? എല്ലാരും കാണുന്നില്ലേ? ഇനി ഹിയർ ബി ഐ യു എന്നൊക്കെ പറഞ്ഞ് കുറെ ചെറിയ ചെറിയ ഓപ്ഷൻസ് ഒക്കെ കാണുന്നുണ്ട്. എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ബി മീൻസ് ബോൾഡ്. നമ്മൾ ഫസ്റ്റ് ബിയിൽ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് ഒക്കെ ആയി അല്ലെ? ബോൾഡ് ആയി, കുറച്ചുകൂടെ ഇച്ചിരി ഒരു എന്താ പറയണ്ടേ, തടിച്ചു. ഇനി ഇറ്റാലിക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ചെരിഞ്ഞ പോലെ, ചെറിയൊരു ഡിഫറൻസ്. നെക്സ്റ്റ് അണ്ടർലൈൻ. ഹായ്, നമ്മൾ ടൈപ്പ് ചെയ്തതിന് അണ്ടർലൈൻ ചെയ്തേക്കുന്നുണ്ടോ? ഇനി ഇതൊന്നും വേണ്ടെങ്കിൽ തിരിച്ച് അവിടെ തന്നെ പോയി ക്ലിക്ക് ചെയ്താൽ എല്ലാം തന്നെ പൊക്കോളും കേട്ടോ. വേണ്ട എങ്കിൽ അണ്ടർലൈൻ മാറ്റി, ഇറ്റാലിക് മാറ്റി, ബോൾഡ് മാറ്റി. വേണമെങ്കിൽ നമുക്ക് എടുക്കാം, ഒന്ന് കൊടുത്തേക്കാം. ബോൾഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ മോഡലൊക്കെ ഒന്ന് മാറ്റിയാണ്. സോ നമ്മള് ഫോണ്ട് സൈസ് എടുത്തു. ഇനി നമ്മള് ഫോണ്ട് ഫാമിലി എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് ഇതിനകത്ത് നിന്ന് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നല്ല നല്ല മോഡൽസ് ഒക്കെ എടുക്കാം. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നല്ലതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടീച്ചർ വഴക്ക് പറഞ്ഞിട്ട് നിങ്ങളോട് പറയും ഇംപ്രൂവ് ചെയ്യുക ഹാൻഡ് റൈറ്റിംഗ്, റൈറ്റ് നീറ്റ്ലി എന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് നല്ല വൃത്തിയിൽ എഴുതിക്കാൻ പഠിപ്പിക്കും അല്ലേ? അപ്പം ഫസ്റ്റ് നിങ്ങൾ നല്ല വൃത്തിക്കൊക്കെ എഴുതാൻ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് എഴുതിയിരുന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വൃത്തി തോന്നിയല്ലോ. അതുപോലെ ഇപ്പൊ നമുക്ക് ഇവിടെ കമ്പ്യൂട്ടർ നല്ല വൃത്തിക്ക് എഴുതും, നമ്മളെ പോലെ ഒന്നല്ല, വെരി നീറ്റ് ഇറ്റ് ഈസ്. ആൻഡ് പിന്നെ നമുക്ക് കമ്പ്യൂട്ടർ കുറെ ന്യൂ മോഡൽസ് തരും. ഇഫ് വി ടേക്ക് ദിസ് മോഡൽ, it will be like this way. Is it good? നല്ലതാണോ അത്? യാ. ഇനി അതും ചിലർക്ക് ഇഷ്ടപ്പെടൂല. അപ്പൊ നമ്മൾ വേറൊരു മോഡൽ എടുക്കാം. Again go and click. ഇതിൽ ഏത് വേണേലും നമുക്ക് എടുക്കാം കേട്ടോ. വേറൊരെണ്ണം വന്നു. അപ്പൊ ഒറ്റ ലൈനിലായി ഇത്. സൂപ്പർ. ആരോ എന്തോ പറഞ്ഞല്ലോ, എന്തായിരുന്നു? എന്താമത്തെ? വലുതാക്കി കാണുന്നില്ല. ് 72 വരെ ഉള്ളൂ കേട്ടോ. മാക്സിമം 72 ആണ് കമ്പ്യൂട്ടറില്. ബിഗ് വൺ ആക്കിയിട്ടുണ്ട്. അയ്യോ, ഇത് വേണ്ട അല്ലേ? സ്കൂളായിട്ട് ഇംഗ്ലീഷ് സ്കൂൾ എന്നൊക്കെ പറയുമ്പോഴത്തേനും അങ്ങ് എത്തിപ്പോയി. അത് വേണ്ട, നമുക്ക് വേറൊരു മോഡൽ എടുക്കാം. അത് TV വെച്ചിട്ട് ആരാ അവിടെ അൺമ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആള്? എത്ര പറഞ്ഞാലും എനിക്ക് തോന്നുന്നു ഇറ്റ് ഈസ് നൈസ്, ബെറ്റർ ആണെന്ന് തോന്നുന്നു അല്ലേ? പ്ലീസ് ഡോണ്ട് അൺമ്യൂട്ട്. ഓൾ ഓഫ് യു മ്യൂട്ട് യുവർസെൽഫ്. നിങ്ങളോട് ആരാ ഇപ്പൊ അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞ മക്കളെ? ദയവ് ചെയ്ത് എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചേ. ഒരു ഭാഗത്ത് TV,
blue. See, if you want to make any colors, നമുക്ക് എന്തെങ്കിലും കളേഴ്സ് ഒക്കെ ആക്കണം എന്നൊരിക്കല് എവിടെ നോക്കിയാൽ ഇവിടെ കളർ ഉണ്ട്. ഗ്രീൻ കളർ വേണമെങ്കിൽ ഗ്രീൻ കളർ എടുക്കാം, ബ്ലൂ വേണമെങ്കിൽ ബ്ലൂ എടുക്കാം, ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക്. സോ ബ്ലാക്ക്, ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ. ആരിപ്പ അൺമ്യൂട്ട് ചെയ്ത ആളാരാണ്? ഞാൻ പറഞ്ഞായിരുന്നു അൺമ്യൂട്ട് ചെയ്യാൻ പാടില്ല എന്ന്. ഞാനൊരു കളർ സെലക്ട് ചെയ്യാം മക്കളെ, നിങ്ങൾ നോക്ക്. ഇപ്പൊ തൽക്കാലം റെഡ് കളർ എടുത്തു. സോറി, അതിന്റെ ഇതില് one second. Okay. കണ്ടോ ആൻസനെ എന്തുവാ ഈ ചെയ്തോണ്ടിരിക്കുന്നത്? മിസ് എന്തിനാ ഇവിടെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയിരിക്കുകയാണെങ്കിൽ പിന്നെ മിസ് എഴുതിട്ട് പോട്ടെ. കണ്ടോ ഇപ്പൊ മിസ് ടൈപ്പ് ചെയ്തോ? ആ ഓക്കെ. ഇനി നമുക്ക് ഇനി 10 more minutes ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചേക്കുന്നത്? ഹൗ ടു ടൈപ്പ് ചെയ്യുന്ന എങ്ങനെയാന്ന് പഠിച്ചു. ദെൻ ഹൗ ടു സെലക്ട് ഇറ്റ്. ഇവിടെ നോക്കുമ്പോഴത്തെ ആൻസർ കൂട്ടാ സ്ക്രീനിൽ നോക്കടാ മോനെ. ഓക്കെ, സെലക്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് പഠിച്ചു. പിന്നെ സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യണം ഫസ്റ്റ്. ഓക്കെ, സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഫോണ്ട് സൈസിൽ പോയി വി ക്യാൻ ചേഞ്ച് ദ ഫോണ്ട് സൈസ്. സ്മോൾ വൺ വേണമെങ്കിൽ ബിഗ് ആക്കാം, ബിഗ് വൺ വേണമെങ്കിൽ നമുക്ക് സ്മോൾ ആക്കാം, എങ്ങനെ വേണേലും ആക്കാം. ഇവിടെ 72 വരെയുള്ള സൈസ് ഉണ്ട്. വി ക്യാൻ ടേക്ക് എനി സൈസ്. ആൻഡ് നെക്സ്റ്റ് പിന്നെ ഫോണ്ട് ഫാമിലിയിൽ നിന്ന് ഡിഫറെന്റ് മോഡൽസ് നമുക്ക് എടുക്കാം. ഇപ്പൊ ടൈപ്പ് ചെയ്ത് നമ്മൾ കാണിച്ച ഡിഫറെന്റ് മോഡലിൽ നമ്മളിപ്പോ മിസ് കാണിച്ചു തന്നായിരുന്നു അല്ലേ? പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈന്, ദെൻ ഇതിന്റെ ഫോണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഇപ്പൊ കാണിച്ചെന്നില്ലേ? ഓക്കെ, ലൈക്ക് ദിസ് വേ വി ക്യാൻ റൈറ്റ് യുവർ നെയിംസ് ഓൾസോ. നെക്സ്റ്റ് in the next class I will write your names. Okay, ശ്രീഹരി ആൻഡ് ഫർഹ ഫാത്തിമ. പിന്നെ ആരാണ് ഒരാള്? ശ്രീഹരിയുടെയാണ് അൺമ്യൂട്ട് ആവാത്തത്. ശ്രീഹരി എവിടെയാ? ശ്രീഹരിക്ക് നെറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. മിസ് എല്ലാവരെയും മ്യൂട്ട് ചെയ്ത് വെച്ചു, കാരണം സൗണ്ട് വരുന്നുണ്ട് മക്കളെ. ശരി, മിസ്സിന് ചെവിയിലോട്ട് കൂടെ ആകുമ്പോഴത്തേനും നല്ലപോലെ അങ്ങോട്ട് കേൾക്കും നിങ്ങളുടെ സൗണ്ട്. ഇപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്ത് മിസ് കാണിച്ചെന്ന് കണ്ടില്ലേ? ഫസ്റ്റ് ടൈപ്പിംഗ്, ടൈപ്പ് ചെയ്തതിനു ശേഷം then next we have to select it, then we can change font size, font models, next font colors, bold, italic and all. ഇനി വേറൊന്ന് മിസ്, ഇനി ഇത് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. If what we have typed, if we want to see again, we can save it. Do you know how to save it, Advaita? Do you know how to save it? നമ്മളൊരു ഡാറ്റ നമ്മൾ എങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നതെന്ന് മക്കൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ഓക്കെ, മിസ് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത സംഭവം അല്ലെ?
ഇനി നമ്മൾ ഇന്നിപ്പോ കമ്പ്യൂട്ടർ നമുക്ക് ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. only 6 more minutes are left for us. So after 6 minutes our class will be cut off. Then next to Thursday only we have classes, isn't it? Okay, so when next Thursday when you come, what you have typed, if you want to see how to see, നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും അത് പോയി അല്ലെ. അടുത്ത വ്യാഴാഴ്ച നമുക്ക് ക്ലാസ് ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, ഓഫ് കോഴ്സ് നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ we have an option to save it. സേവ് ചെയ്ത് വെക്കാൻ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ടൈപ്പ് ചെയ്ത സംഭവം ഇവിടെ ഫയൽ എന്നുള്ള ഇത് കാണുന്നുണ്ടോ നിങ്ങൾ? ഫയല് ക്ലിക്ക് ഓൺ ഫയൽ. ഹിയർ ന്യൂ, ഓപ്പൺ, സേവ്, സേവ് ആസ്, പ്രിന്റ്, പേജ് സെറ്റപ്പ്, സെൻഡ് ഇൻ ഇമെയിൽ, അബൌട്ട് വേർഡ് പാർട്ട്, എക്സിറ്റ് എന്നൊക്കെ പറഞ്ഞ കുറെ ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റക്കാണോ? കേൾക്കുന്നുണ്ടോ മിസ് പറയുന്നത്? ഓക്കെ, കേൾക്കുന്നുണ്ടോ? മിസ്സിന് ഇവിടെ അത് പോയി, അതുകൊണ്ടാ. ഓക്കെ, വൺ സെക്കൻഡ് കാണിക്കാം. അത് ഇടയ്ക്കിടയ്ക്കെല്ലാം നെറ്റ് പോവുക മക്കളെ. ഹിയർ നമ്മൾ ഫയലിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്ത് ന്യൂ, ഓപ്പൺ, സേവ്, സേവ് ആസ്, പ്രിന്റ്, പേജ് സെറ്റപ്പ്, സെൻഡ് ഇമെയിൽ, അബൌട്ട് വേർഡ് പാർട്ട്, എക്സിറ്റ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. In that if you click on save, സേവിൽ ക്ലിക്ക് ചെയ്യുക. സേവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആൻസനെ പിന്നെ ഞാൻ ഇന്ന് ഉറപ്പാ മിസ് ആൻസന്റെ വീട്ടിലെത്തും കേട്ടാ. എന്തുവാ കുഞ്ഞിന്റെ കയ്യിലുള്ള സാധനം? ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞിരുന്നേ മുത്തേ. ആ, കയ്യിലുള്ള പെൻസിലൊക്കെ താഴെ വെച്ചേ. സ്ക്രീനിൽ വല്ലതും കാണുന്നുണ്ടോ? Can you see anything on the screen? Yes, then look at the screen. ഞാൻ ഈ കാണിച്ചിരുന്നത് സ്ക്രീൻ ചെയ്ത് കാണിച്ചിരുന്നത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയല്ലേ? കുഞ്ഞോട് വരച്ചോണ്ടിരുന്നാൽ എങ്ങനെയാ? ഓക്കെ, അപ്പൊ നമ്മള് സേവ് ചെയ്യാൻ വേണ്ടി സേവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ഒരു പേര് ചോദിക്കും. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു പേരില്ലേ? അമന്ന, ആൻസൺ, ഹിബ, ഫാത്തിമ, ഫാത്തിമ മെഹറിൻ, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പേരുണ്ട് അല്ലേ? So like that way our document also should need some name. One name should be there for that. And ഒരേ പേരിലുള്ള ഡോക്യുമെന്റ്സ് ആകാൻ പാടില്ല. നമ്മൾ കുറെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കുറെ സേവ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാത്തിനും ഒരു പേരാകാൻ പാടില്ല. ഡിഫറെന്റ് നെയിംസ് ഷുഡ് ബി there. നിങ്ങളുടെ വീട്ടിൽ 2 മക്കളുണ്ട്, 2 മക്കൾക്കും വേറെ പേരല്ലേ ഇടുന്നേ? ഒരേ പേരിടുവോ? ഇല്ല അല്ലേ? ഓക്കെ, അപ്പം അതുപോലെ ഇവിടെ നമ്മുടെ ഡോക്യുമെന്റ്സ് എത്രയാണുണ്ടെങ്കിലും വ്യത്യസ്ത പേരിടണം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഡോക്യുമെന്റിന് നമ്മൾ ഇടാൻ പോകുന്ന പേര് എന്താണെന്നോ? ട്രൂ ലൈറ്റ് ഇടാം. ഓക്കെ, ട്രൂ ലൈറ്റ് എന്ന് പേര് കൊടുത്തു. എന്നിട്ട് ഇവിടെ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, സേവ്. അപ്പൊ നമ്മുടെ ഈ സംഭവം ഇവിടെ സേവ് ആയി. ഇനി നെക്സ്റ്റ് Thursday when you come to the computer class you should remind me, means last week we have saved one file, so we want to see that. Okay, will you tell me like that way? അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൽ വരും നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണം. മിസ്സേ, നമ്മൾ കഴിഞ്ഞ ആഴ്ച സേവ് ചെയ്ത് വെച്ച ഫയൽ കമ്പ്യൂട്ടറിൽ ഉണ്ടോ എന്ന് നോക്കണ്ടേ? ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അത് തുറന്ന് നിങ്ങളെ കാണിക്കാം. ഇന്നിക്കുട്ടി ജോയിനിങ് അല്ലേ? മനസ്സിലായോ? ഓക്കെ, ഗുഡ്. അപ്പൊ മിസ് ഇന്ന് എന്തൊക്കെയാ പഠിപ്പിച്ചത്? ടൈപ്പ് ചെയ്യാൻ പഠിപ്പിച്ചു, പിന്നെ സേവ് ചെയ്യാൻ പഠിപ്പിച്ചു, ഫോൺ സൈസ് വലുതാക്കാനും ചെറുതാക്കാനും പഠിപ്പിച്ചു, ഫോൺ മോഡൽസ് ചേഞ്ച് ചെയ്യാൻ പഠിപ്പിച്ചു. നെക്സ്റ്റ് കളേഴ്സ്, ഫോൺ കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ പഠിപ്പിച്ചു, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ ഒക്കെ പഠിപ്പിച്ചു അല്ലേ? ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ബിക്കോസ് നമ്മുടെ ടൈം ഇപ്പൊ കഴിയും, കട്ടായി പോകും. ഓക്കെ, ബൈ ബൈ. Be good children, go and have your lunch. ഭക്ഷണമൊക്കെ കഴിക്കൂ കേട്ടോ. പോയിട്ട് നല്ല മിടുക്കലായ മക്കളായിട്ടിരിക്കണേ. ബൈ.
ലവ് യു ഡിയേഴ്സ്. അമ്മനയുടെ കുഞ്ഞനീത്തിക്കും